ഇന്ത്യയിൽ അസമത്വം രൂക്ഷം. അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഗ്രാമനഗര അന്തരം പ്രതിഫലിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂമിശാസ്ത്രപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കിടയിലും വലിയ അളവിൽ അന്തരം നിലനിൽക്കുന്നതായി അസമത്വ സൂചിക റിപ്പോർട്ട്. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 70% ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഈ കണക്കിൽ 68% പേരും കുടുംബമായി താമസിക്കുന്നവരാണ്. എന്നാൽ ജനസംഖ്യയുടെ 29.2% നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇതിൽ 32% കുടുംബങ്ങളായാണ് നിലകൊള്ളുന്നത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരു മേഖലകളിലും സാമൂഹ്യ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതായി കാണാം. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ളം നൽകൽ ലക്ഷ്യമിട്ടുള്ള ജലജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ ഉണ്ടായിട്ടും ഗ്രാമങ്ങളിലെ 22.5% കുടുംബങ്ങൾക്ക് മാത്രമേ പൈപ്പ് വെള്ളം വർഷം തോറും ലഭിക്കുന്നുള്ളൂ. എന്നാൽ നഗര ജനസംഖ്യയുടെ 58.9% ഈ സൗകര്യം ലഭിച്ചു പോരുന്നുണ്ട്. ഭൂഗർഭ ജലത്തെയും ശുദ്ധീകരിക്കാത്ത ജലത്തെയും ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയാണ് ഗ്രാമീണ ജനത. രണ്ടു മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗതി കൈവരിച്ചെങ്കിലും അസമത്വം നിലനിൽക്കുന്നുണ്ടെന്ന് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നഗരങ്ങളിലെ 80% കുടുംബങ്ങൾക്കും ശൗചാലയ സൗകര്യമുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിൽ ഇത് 68.8% കുറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങളും ഗ്രാമീണ സമൂഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു. നഗര കുടുംബങ്ങളിൽ 92% ശുചീകരണ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാമകുടുംബങ്ങളിൽ അതിന്റെ പകുതി 49.8% മാത്രമേ ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. കൂടാതെ പാചകവാതകത്തിന്റെ കാര്യത്തിലും ഗ്രാമങ്ങളിലുള്ളവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്നാൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാത്രം ഇരു പ്രദേശങ്ങളിലും ഏതാണ്ട് തുല്യമാണ്. നഗരങ്ങളിൽ 96.6% നഗരവാസികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ 93.3% ഗ്രാമീണരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്റർനെറ്റിന്റെ ലഭ്യത നോക്കുമ്പോൾ കാണുന്ന അന്തരം വളരെ വലുതാണ്. നഗരപ്രദേശങ്ങളിൽ 64.6% പേർക്കും ഗ്രാമങ്ങളിലാകട്ടെ വെറും 41% പേർക്കും മാത്രമാണ് ഇന്റർനെറ്റിന്റെ സേവനം ലഭ്യമാകുന്നത്. കണക്കുകൾ ജാതിയടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള 50% കുടുംബങ്ങൾക്കും വർഷം തോറും പൈപ്പ് വെള്ളം സ്ഥിരമായി ലഭിക്കുന്നുണ്ട്. ഈ ജനസംഖ്യയിൽ പട്ടികവർഗത്തിലുള്ളവർക്ക് 19.5% മാത്രമേ പൈപ്പ് വെള്ളം ലഭിക്കുന്നുള്ളൂ എന്നത് അവരോടുള്ള കടുത്ത വിവേചനമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ശുചീകരണ സൗകര്യങ്ങളിലും അവർ പുറന്തള്ളപ്പെടുകയാണ്. പട്ടികവർഗ വിഭാഗങ്ങളെക്കാൾ മറ്റു വിഭാഗങ്ങളിലെ 60-80% പേർക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ 66% താഴെ മാത്രമേ പട്ടികവർഗക്കാർക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുള്ളൂ. 50% ഗ്രാമീണ ജനങ്ങളും സ്വന്തമായി വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ജാതിയും സാമ്പത്തിക അവസ്ഥയും പരിശോധിച്ചാൽ അത്തരക്കാരുടെ അവസ്ഥ വളരെ മോശമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ജലം, ശുചിത്വം, പാർപ്പിടം എന്നിവ എല്ലാവർക്കും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഗ്രാമങ്ങളിലെ അമ്മമാരെക്കാൾ നഗരങ്ങളിലെ അമ്മമാർക്ക് പ്രസവാനന്തര പരിചരണം കൂടുതലായി ലഭിക്കുന്നുണ്ടെന്നും ആരോഗ്യ പരിപാലന മേഖലയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 10% വ്യത്യാസമാണ് ഈ കണക്കുകൾ പറയുന്നത്. എന്നിരുന്നാലും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, കുട്ടിക്കാലത്തെ പ്രതിരോധ കുത്തിവെപ്പ് എന്നീ കാര്യങ്ങളിൽ ഗ്രാമങ്ങൾ നഗരങ്ങളെ മറികടക്കുന്നതായും കാണാം. പട്ടികവർഗ കുടുംബങ്ങളിൽ 46.8% പേർക്കും പട്ടികജാതിയിൽ 42.7% കുടുംബങ്ങൾക്കും മാത്രമേ ആരോഗ്യ ഇൻഷുറൻസ്, ചികിത്സാ ചെലവുകൾക്കുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഗ്രാമീണ നഗര പ്രദേശങ്ങളെ പഠനവിധേയമാക്കിയപ്പോൾ ഇരു മേഖലകളിലെയും സർക്കാർ സ്വകാര്യ സ്കൂളുകളുടെയും വ്യാപനത്തിലെ വ്യത്യാസവും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകളുടെ ആധിപത്യം ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ശക്തമായി കാണപ്പെടുന്നു. വിദ്യാഭ്യാസം തികച്ചും സൗജന്യമായി പൊതുവിദ്യാലയങ്ങളിൽ നൽകുന്നത് വലിയൊരു അനുഗ്രഹമായി തന്നെ കാണാം. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ഒരു വലിയ കൈത്താങ്ങാണ്. കൂടുതൽ സാമ്പത്തിക അടിത്തറയുള്ള നഗരപ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളെക്കാൾ സ്വകാര്യ സ്കൂളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സംവരണ കാര്യത്തിൽ പിന്നോക്ക വിഭാഗക്കാരാണ് സ്കൂൾ പ്രവേശനത്തിന് മുന്നിൽ. പക്ഷേ SC/ST പിന്നിലാണെന്ന് പഠനം വിലയിരുത്തുന്നുണ്ട്. ഈ അസമത്വ സൂചികകൾ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വർഗ ജീവിതവും അതിന്റെ പ്രതിസന്ധികളും തുറന്നു കാട്ടുന്നു. വികസനത്തിന്റെ പാതയിലേക്ക് രാജ്യത്തെ എത്തിക്കുമ്പോൾ നഗരഗ്രാമ അന്തരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യക്ഷമമായി ഇതെല്ലാം പരിഹാരത്തിലേക്ക് എത്തിക്കുന്നതിന് നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ സാധാരണക്കാരനെന്നും സാധാരണക്കാരനാണെന്നും പണക്കാരനെന്നും പണക്കാരനാണെന്നുമുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും.